അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അരക്കൊല്ല പരീക്ഷയുടെ കിതാബത്തിന്റെ 2 മോഡൽ ചോദ്യ പേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞുകൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക. അപ്പോൾ കേട്ടെഴുത്താണ് ഒന്നാമത്തെ ചോദ്യം. കേട്ടെഴുത്ത് ആദ്യം നടക്കണം, അതിനുശേഷം ഈ ചോദ്യപേപ്പർ കുട്ടിക്ക് നൽകി മറുഭാഗത്തുള്ളവ എഴുതിക്കണം. അപ്പോൾ ആദ്യം കേട്ടെഴുത്താണ് നടക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ബ, ജു, ദി, സുൻ. ഇങ്ങനെ ഓരോന്നായിട്ട് ഉസ്താദ് വായിച്ചു തരും. അത് കുട്ടികൾ നോട്ട് ബുക്കിൽ പകർത്തി എഴുതുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്ലേറ്റിൽ എഴുതുക. രണ്ടാമത്തത് റു, സ്, റുസ്. അ, ബുൻ, അബുൻ. തു, ബ്, തുബ്. ജു, ദ്, ജുദ്. ആദ്യത്തതിന് 8 മാർക്കാണ്. ഇത് മുഴുവനായിട്ട് ശരിയാക്കി എഴുതിയാൽ രണ്ടാമത്തതിന് 12 മാർക്കാണ് ലഭിക്കുക. മൂന്നാമത്തത് ഇ, ബ, റുൻ, സ, ജ, ദ, അതുപോലെ സുബിത്ത. ഇബറുൻ, സജദ, സുബിത്ത. ഓക്കെ, ഒന്നാമത്തിൽ ഒറ്റ അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് 2 അക്ഷരങ്ങളാണ്. മൂന്നാമത്തത് 3 അക്ഷരങ്ങൾ. അതെല്ലാം ശ്രദ്ധിച്ച് എഴുതിയാൽ ഇവിടെ 12 മാർക്ക് ലഭിക്കുന്നതാണ്. നാലാമത്തത് ഖാസിറുൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് കൊടുത്തിട്ടുണ്ട്. ഖാസിറുൻ. ബഷീറുൻ. ഇവിടെ കസറിനെ നീട്ടാൻ യാ കൊടുത്തിട്ടുണ്ട്. ബഷീറുൻ. മൂന്നാമത്തത് തൂരിദു. ഇവിടെ ലൊമ്മിനെ നീട്ടാൻ വാവ് കൊടുത്തിട്ടുണ്ട്. അവിടെ 18 മാർക്ക് ലഭിക്കും. ഇതൊരു മോഡൽ ചോദ്യപേപ്പറാണ്. ഏകദേശം ഇതേ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികളെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കേട്ടെഴുത്ത് കഴിഞ്ഞു. ഇനിയുള്ള എന്താണ്? നോക്കി എഴുത്താണ്. താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക. ഒന്നാമത്തത് ഷി, സ, ഹു, റുൻ. ഇതേപോലെ നോക്കി എഴുതാനാണ്. ഇവിടെ ഓരോ കള്ളികളായിട്ട് നേരെ താഴെ ഈ ഷി എന്ന് എഴുതുക, അതേപോലെ സ ഇവിടെ എഴുതുക, ഹു എന്നിവിടെ എഴുതുക, റുൻ ഇവിടെ എഴുതുക. 4 എഴുതിയാൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതം 4 മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത് ജുദ്, ജുദ്. സിർ, സിർ. അബുൻ, അബുൻ. ബസ്, ബസ്. ഹജ്ജുൻ, ഹജ്ജുൻ. ഇവിടെ ഓരോന്നിനും 2 മാർക്കുണ്ട്. ടോട്ടൽ 10 മാർക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ 2 അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിട്ടുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് അതേപോലെ നോക്കി എഴുതുക. മൂന്നാമത്തത് 3 അക്ഷരങ്ങൾ കൂട്ടി എഴുതിയതാണ്. സബത, സബത. ഹജറുൻ, ഹജറുൻ. സുബ്ഹുൻ, സുബ്ഹുൻ. ബർദുൻ, ബർദുൻ. അവിടെ 12 മാർക്കാണ് ലഭിക്കുക. നാലാമത്തത് താഇബുൻ, താഇബുൻ. അതേപോലെ എഴുതാനാണ്, നേരെ താഴെ. ഹുസൂറുൻ, നസീബുൻ. അവിടെയും 12 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ മോഡൽ ചോദ്യപേപ്പറിലെ അവസാന ചോദ്യം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനാണ്. ഒന്നാമത്തത് ഹസീബുൻ, ഹസീബുൻ. ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. റളിയത്ത്, റളിയത്ത്. രണ്ടാമത്തത് ഹസൂറുൻ, ഹസൂറുൻ. 3 സ്വഹുബത്ത്, സ്വഹുബത്ത്. ഇത് കൂട്ടി എഴുതാനാണ്. ഇപ്പോൾ എക്സാമിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് നന്നായിട്ട് രക്ഷിതാക്കൾ ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. നേരത്തെ വായിച്ച പോലെ തന്നെ താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക. ഉസ്താദ് ഓരോന്ന് വായിച്ചു തരും, ഓരോ അക്ഷരങ്ങൾ വായിച്ചു തരും. ഉസ്താദ് വായിച്ചു തരുന്നത് അതേപോലെ എഴുതാനാണ്. ഒന്നാമത്തത് ബ, ജു, റ, ഷി. 4 കൃത്യമായിട്ട് ശരിയായിട്ട് എഴുതിയാൽ 8 മാർക്കാണ് ലഭിക്കുക. രണ്ടാമത്തത് തുബ്, തുബ്. ജുദ്, ജുദ്. അഹുൻ, അഹുൻ. സ. 2 അക്ഷരങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ഇത് മുഴുവൻ ശരിയാക്കി എഴുതിയാൽ 12 മാർക്ക് ലഭിക്കും. മൂന്നാമത്തത് റജബുൻ, റജബുൻ, റജബുൻ. 3 അക്ഷരങ്ങളാണ്. ഷജറുൻ, ഷജറുൻ. സാദ. നാലാമത്തത് 10, ഓടി. 7. അപ്പോൾ 7 എന്നൊക്കെ എഴുതുമ്പോൾ ഇവിടെ യാ ആണ്. അതുപോലെ ഓടി,
ഇവിടെ വാവാണ്, അറബി മലയാളമാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ്. 18 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കിയെഴുത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക. ത ത അതേപോലെ എഴുതാനാണ്. നോക്കി അതേപോലെ വൃത്തിയിൽ എഴുതേണ്ടതാണ്. ജു, ദി, ഷുൻ 4 മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത് ബിസ്, ഇതേപോലെ 2 അക്ഷരങ്ങൾ കൂട്ടി എഴുതിയതാണ്. അതേപോലെ എഴുതിയാൽ 10 മാർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഇവിടെ 3 അക്ഷരങ്ങൾ ഹെർബുൻ, പുഴ, ഇതേപോലെ നേരെ എഴുതിയാൽ 12 മാർക്ക്. ഈ ഒരു മോഡൽ തന്നെ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിച്ചാൽ, വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പരിശീലിപ്പിച്ചാൽ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. നാലാമത്തത് സ്വാബിറുൻ ഉണ്ടോ, അതേപോലെ എഴുതി കൊടുക്കുക. ഹഷൂദുൻ, അതുപോലെ സോപ്പ് 12 മാർക്കാണ് അവിടെ ലഭിക്കുന്നത്. ഇനി അവസാന ചോദ്യം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനാണ്. ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. തുസീബു, തുസീബു. അതേപോലെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഹെബിസത്ത്, ഹെബിസത്ത്, ഹെബിസത്ത്. ഇതേപോലെ ചേർത്ത് എഴുതുക, കൂട്ടി എഴുതുക. അതേപോലെ തസ്ദുറു, തസ്ദുറുന്ന് കൂട്ടി എഴുതുക. റഷീദുൻ, ഇതേപോലെ ചേർത്ത് എഴുതുക. ഇവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ റഷീദുൻ എന്ന് ചേർത്ത് എഴുതുക. അപ്പോൾ ഏകദേശം ഇതേ മോഡലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ. കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാനും പരീക്ഷയിൽ നല്ല മാർക്ക് നേടാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.